Hey my friends, welcome back to my channel Man Lips. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു കുക്കിംഗ് വീഡിയോയാണ്. നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഉപ്പുമാവാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. സാധാരണ ഉപ്പുമാവല്ല, നമ്മളൊരു ബ്രെഡ് വെച്ചിട്ടാണ് ഒരു ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. മുട്ടയും അങ്ങനെ കുറച്ച് വെജിറ്റബിൾസൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ടേസ്റ്റിയാണ്. പിന്നെ ഈ ഒരു റെസിപ്പി പറഞ്ഞു തന്നത് എൻ്റെ അമ്മയാണ്. അപ്പോൾ മിക്കപ്പോഴും തന്നെ ഇവിടെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. പിന്നെ എൻ്റെ വീഡിയോ കാണണം. വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും തെറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വന്ന് കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നല്ല വീഡിയോ നല്ലതാണെന്നോ കൊള്ളില്ലെന്നോ മോശമായിട്ട് അങ്ങനത്തെ മോശമല്ല, എന്നാൽ വീഡിയോനെ പറ്റിയോ അല്ലെങ്കിൽ എൻ്റെ സംസാര രീതി പറ്റിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വന്നിട്ട് കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാനത് ഷുവറായിട്ട് മാറ്റി പുതിയ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ സജഷൻസോ ഞാൻ ഇന്ന വീഡിയോ ചെയ്യണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ വീഡിയോ ഷുവറായിട്ടും ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID വന്നിട്ട് മാഡ്ലിപ്സ് മലയാളം എന്നാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യൂ. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിപ്പിക്കേണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ബ്രെഡ് വേണം, പിന്നെ ഒരു കപ്പ് സവോള വേണം, ഫ്രോസൺ പീസ് വേണം, ഇച്ചിരി മതി കേട്ടോ. പിന്നെ 2 മുട്ട വേണം, നീളത്തിലരിഞ്ഞ ക്യാബേജ്, പിന്നെ ഇച്ചിരി പച്ചമുളകും കറിവേപ്പിലയും വേണം, പിന്നെ ക്യാരറ്റ് വേണം, ഇച്ചിരി ഇഞ്ചി വേണം. അപ്പോൾ നമ്മൾ ബ്രെഡ് മിക്സിയിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒത്തിരി അങ്ങ് പൊടിയായി പോകരുത്, ഒരു ജസ്റ്റ് ഒന്ന് മതി, ഒറ്റൊരു കറക്കൽ മതി കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതേ ഞാൻ കറക്റ്റ് പരുവത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഒത്തിരി അങ്ങ് പൊടിയായി പോകരുത്. വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. നമുക്ക് സ്റ്റൗ കത്തിക്കാം. സ്റ്റൗ കത്തിച്ചതിന് ശേഷം നമുക്ക് ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. ചീനച്ചട്ടി ചൂടായതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഇച്ചിരി കടുക് നമുക്ക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേനും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഒന്ന് മൂത്താൽ മതി, ഒത്തിരി അങ്ങ് ഇതായി പോകണ്ട. അപ്പോൾ ഇഞ്ചി നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ട് വഴറ്റുക. സവാള നന്നായിട്ട് വഴറ്റാനായിട്ട്, പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്ക് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും. സവാള വഴന്ന് വരുമ്പോഴത്തേനും നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഒരു 2 എണ്ണം ആട്ടോ എടുത്തിരിക്കുന്നത്, അത്രയും മതി. നമുക്ക് കൂടുതൽ എരിവൊന്നും വേണ്ട. സവാള നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേനും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജും ക്യാരറ്റും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ക്യാബേജും ക്യാരറ്റും വഴന്ന് വരുമ്പോഴത്തേനും നമുക്ക് പീസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട്
എല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് ഒപ്പി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു മൂടി വെച്ചിട്ട് മൂടി വെക്കാം. 2-3 മിനിറ്റ് ഇങ്ങനെ മൂടി വെച്ചാൽ മതി. അപ്പോൾ ഒന്ന് വെന്ത് കിട്ടും, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒരു കളറൊക്കെ മാറിയിട്ടുണ്ടാവും. എന്നിട്ട് നടുക്ക് ഒരു കുഴി ഉണ്ടാക്കിയിട്ട് നമുക്ക് മുട്ട അതിലേക്ക് പൊട്ടിച്ചു കൊടുക്കാം. 2 മുട്ടയും നമ്മൾ പൊട്ടിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ടയും സവാളയൊക്കെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സായി വരുമ്പോൾ നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോഴത്തേനും സൂക്ഷിച്ച് ഉപ്പിടുക. നമ്മൾ നേരത്തെ സവാളയ്ക്കകത്ത് ഉപ്പിട്ട് കൊടുത്തതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കളറൊക്കെ ഒന്ന് ബ്രെഡിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. എന്നിട്ടൊന്ന് എല്ലാം കൂടിയിട്ട് ഇങ്ങനെ ഒന്ന് ഒപ്പി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മൂടി വയ്ക്കാം. എന്നിട്ടൊരു ലോ ഫ്ലെയിമിൽ നമുക്ക് 2-3 മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം. ഒത്തിരി അങ്ങ് വെന്ത് പോകണ്ട. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രെഡല്ലേ, ബ്രെഡ് സോഫ്റ്റ് ആവും പെട്ടെന്ന് തന്നെ. അപ്പോൾ നമുക്ക് 2 മിനിറ്റ് മതി. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി വേറെ ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ അതേ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഒത്തിരി എരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ ഇത് വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമെങ്കിൽ എന്താ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.